ഇന്ന് നമുക്ക് ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് നമുക്ക് കനൽ മുകളിൽ ഇടാതെ എങ്ങനെ ദമ്മാക്കാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ അരി എന്ന് പറയുമ്പോൾ 1.5 കപ്പ്, ഈ സ്റ്റീൽ കപ്പിൽ 1.5 കപ്പ് അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് അരി ഇടുമ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ അരിയിലേക്ക് നമുക്ക് ഒരു 2 കറുകപ്പട്ട, ഒരു സ്റ്റാർ അനസ്, ഒരു 3-4 ഗ്രാമ്പു, ഒരു 2-3 ഏലക്ക, പിന്നെ ബേ ലീവ്സ്, ഇവയെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. എന്നിട്ട് ഈ അരി വെന്തതിന് ശേഷം മാറ്റി വെച്ചിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് ശേഷം നമുക്ക് എങ്ങനെ ഇത് ദമ്മാക്കാം എന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി അരി ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 3/4 ഭാഗം വേവായിരിക്കുന്നു. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ പുത്തൻകുരിശുകാരൻ കുഞ്ഞുമോൻ അങ്കിളിൻ്റെ സ്നേഹത്തോടെയുള്ള ജാതിപ്പത്തിരിയാണ്. കുഞ്ഞുമോൻ അങ്കിൾ, ദിസ് ഫോർ യു. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ട് ഇരിക്കുന്നു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോണ മസൂരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം. ഇനി നമുക്ക് മസാല കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാല തയ്യാറാക്കുകയാണ്. ഇതിനു വേണ്ടി ഒരു 6 ചെറിയ ഉള്ളി, 10 വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് നീട്ടം ഉള്ള ഇഞ്ചി, 2 ഇതൾ കറിവേപ്പില, 4 പച്ചമുളക്, ഇവയെല്ലാം വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഞാൻ അരച്ചെടുക്കും. പിന്നെ മസാലയ്ക്ക് വേണ്ടി തയ്യാറാക്കിയേക്കുന്നത് 2 തക്കാളി ചെറുതായിട്ട് എരിഞ്ഞേക്കുന്നത്, 1 സവോള നീളത്തിൽ എരിഞ്ഞേക്കുന്നത്. പിന്നെ ബിരിയാണിയുടെ മുകളിൽ വറുത്തിടാൻ സവോള വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 10 കശുവണ്ടിയും ഉണക്കമുന്തിരിങ്ങയും എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണിയുടെ അടുത്ത പ്രിപ്പറേഷനിലിട്ട് നമ്മൾ കിടക്കുന്നു. നമ്മൾ ഒരു സവോളയും തക്കാളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ അരച്ച് വെച്ചിരിക്കണ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇവയെല്ലാം കൂടി ഇനി ഈ സവോള തക്കാളി വഴറ്റിയതിനകത്തിട്ട് ഒഴിക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാലകൾ എത്ര ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ബിരിയാണിക്ക് എന്തൊക്കെ മസാല ഇട്ടു എന്ന് നോക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ടെർമറിക് പൗഡർ, 6 സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, 3 സ്പൂൺ ബിരിയാണി മസാല പൗഡർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഉപയോഗിക്കാം, 1 സ്പൂൺ ഗാർലിക് പൗഡർ, 1 സ്പൂൺ ജിഞ്ചർ പൗഡർ, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രമാണ് ബിരിയാണി മസാലയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ മുളക് പൊടി ഉപയോഗിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് മുളക് പൊടി താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. ഇത്രയും ആണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ച മണം മാറണ വരെയും ഇതൊന്ന് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ പീസ് എടുത്ത് ഇടുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പതുക്കെ മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ ചിക്കൻ പീസ് ഇട്ട് ബിരിയാണി മസാലയ്ക്കകത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു മൂടിയെടുത്ത് ഇത് മൂടി വയ്ക്കാം. എന്നിട്ട് ഇടയ്ക്ക് വളരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അടുക്കി പിടിക്കും. എന്നിട്ട് ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് കൂടുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ടോട്ടൽ 20-25 മിനിറ്റ്സിനുള്ളിൽ ചിക്കൻ വെന്തിരിക്കും. ഇനി ഇത് മൂടി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ നെയ്യെല്ലാം മുകളിൽ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റും കൂടി വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡിയാവും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ദമ്മാക്കാം. ഇപ്പോൾ നമ്മുടെ ഇളക്കി കഴിഞ്ഞുള്ള ചിക്കൻ്റെ അവസ്ഥയാണിത്. ഇനി മൂടി വെക്കരുത്. മൂടി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഇറങ്ങും. ഇനി നമുക്ക് ആ വെള്ളാംശം ഒന്ന് കുറച്ച് കുറയ്ക്കണം. ഇത്ര ഓൾമോസ്റ്റ് റെഡിയായി. മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളാംശം കൂടും. പിന്നെ മസാല വളരെ
ലൂസായി മാറും. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ മിക്സ് റെഡി ആവില്ല. ഇനി നമുക്ക് മൂടി വെക്കരുത്. മൂടി വെക്കാതെ ഇത് ഒന്ന് ഈ വെള്ളം ഒന്ന് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വെള്ളം ഒന്നുകൂടെ ഒന്ന് പറ്റും. അപ്പോഴേക്ക് കറക്റ്റ് റെഡിയാവും. അടുത്ത് നമുക്ക് ബിരിയാണി ദമ്മ ആക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കനൽ ഉപയോഗിക്കാൻ പറ്റില്ല, കനലില്ല ഇവിടെ. അതുകൊണ്ട് നമ്മൾ തന്നെ റെഡിയാക്കിയൊരു ടെക്നിക്കാണ് ഇത്. പരീക്ഷണം നടത്തി കണ്ടുപിടിച്ചേക്കുന്നതാണ് ഇത്. കാരണം ഇതിനു വേണ്ടി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പഴയ ദോശക്കല്ല്, ഉപയോഗശൂന്യമായിട്ടുള്ള ദോശക്കല്ലാണ്. കാരണം ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ നിർത്തിയാണ് പുതിയ ദോശക്കല്ല് ഉപയോഗിച്ച് ആണ് ട്രൈ ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൂടെ കിടക്കണ പ്രായമായ സ്ത്രീ 2 ദിവസം കഴിഞ്ഞ് ദോശ ഇടാൻ നിർത്തി അടുക്കളയിലിരുന്ന് പറയണ കേട്ടു. എന്നാ പറ്റിയെന്നറിയില്ല, മാവിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു, ദോശയല്ല അടുക്കി പിടിക്കുന്നു. പിന്നെ ഒരു നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ മൗനം വിദ്വാനുഭൂഷണം പട്ടിനാരംഭമെന്ന് അറിയാവുന്നതുകൊണ്ട് മിണ്ടിയില്ല. അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലായി പുതിയ ദോശക്കല്ല് ഉപയോഗിക്കരുത്, പഴയ ദോശക്കല്ല് മാത്രമാണ് ഉപയോഗിക്കാൻ പോകുള്ളൂ. അങ്ങനെ പഴയ ദോശക്കല്ല് എടുക്കുക, അതിൻ്റെ മുകളിലിട്ട് നമുക്ക് ചീനിച്ചട്ടി വെക്കണം. ഇവിടെ 2 ബൗളിൽ ഞാൻ മഞ്ഞയും ഓറഞ്ച് കളറുള്ള ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ഈ ഫുഡ് കളറിനകത്തേക്ക് ഞാൻ പാലാണ് ഒഴിച്ചേക്കുന്നത്. ലേശം പാലൊഴിച്ച് ഈ ഫുഡ് കളർ മിക്സ് ചെയ്ത് വയ്ക്കുക. വെള്ളം ഒഴിക്കരുത്, പാലേ ഒഴിക്കാൻ പോകുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങോട്ട് നമ്മുടെ പഴയ ദോശക്കല്ലിൻ്റെ മുകളിൽ ഞാൻ വലിയൊരു ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഈ ചീനിച്ചട്ടിയിലേക്ക് നമ്മുടെ ചിക്കൻ മസാല, ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന നെയ്യ് ഞാനങ്ങ് ഒഴിച്ചേക്കുവാണ്. അഡീഷണലായിട്ട് വേറെ നമുക്ക് എണ്ണ ഒഴിക്കണ്ട. പിന്നെ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ഇടാനുള്ള സവാള, വറുത്ത് വെച്ചിരിക്കുന്ന സവാള. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറയുന്നത് ഓരോ ലെയറായിട്ട് ഇടുക എന്നുള്ളതാണ്. ആദ്യം കുറച്ച് ചിക്കൻ പീസ് ഇടുക, അതിൻ്റെ മുകളിൽ റൈസ് ഇടുക, അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഫുഡ് കളർ ഓരോ ചെറിയ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഓരോന്ന് ചെയ്യണത് നിങ്ങൾ കാണിക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ ചിക്കൻ മസാല ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇടാം. അതിനുശേഷം നമുക്ക് ഫുഡ് കളർ ഒഴിക്കാം. അങ്ങനെ ചിക്കൻ മസാലയുടെ മുകളിലിട്ട് റൈസ് വെതറിയിട്ടു. ആ റൈസിൻ്റെ മുകളിൽ 2 ടൈപ്പുള്ള ഫുഡ് കളർ ചെറിയ സ്പൂണിൽ കോരി ഒഴിച്ചു. അധികം ഒഴിക്കരുത്, ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലിട്ട് നമ്മൾ വറുത്ത സവോളയും കശുവണ്ടിയും മുന്തിരിങ്ങയും ഉണക്കമുന്തിരിങ്ങയും ഇട്ടിട്ടുണ്ട്. ഇനി ഈ സെയിം പ്രൊസീജിയർ നമ്മൾ ഇത് ഫുള്ള് തീർന്നവരെയും കണ്ടിന്യൂ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ ഇടുക, റൈസ് ഇടുക, ഫുഡ് കളർ ഒഴിക്കുക, വറുത്ത സവോള ഒഴിക്കുക. അങ്ങനെ ഇത് ലാസ്റ്റ് സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ റൈസും ചിക്കനും എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വെരി ലോ ഫ്ലെയിമിൽ, ശ്രദ്ധിക്കുക, വെരി ലോ ഫ്ലെയിമിലാണ് വെക്കാൻ പോളൂ. 10 to 15 മിനിറ്റ്സ് നമുക്കിനി ഇത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി എൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓഫാക്കി വെച്ചു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള അവസ്ഥയാണിത്. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ്റെ ബിരിയാണിയുടെ മസാല കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും 1/2 കപ്പ് ചൂടുവെള്ളവും കൂടി മിക്സ് ചെയ്ത് ഒന്ന് കടുക് പൊട്ടിച്ച് ഒഴിച്ചു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയായി. നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ ഒരു ചിക്കൻ കറിയും തയ്യാറായി. ഇതെല്ലാം ഒരു പൊടിക്കൈകളാണ്, ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്ന രീതി. അപ്പോൾ നമുക്ക് ബിരിയാണി മിക്സ് ചെയ്തിട്ട് നോക്കാം. ഇന്ന് നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ 65 ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ 1 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തു.
നമ്മുടെ ചില്ലി ചിക്കന് അരിഞ്ഞ ആ സെയിം രീതിയിലാണ് ഇപ്പോൾ പീസ് അരിഞ്ഞെടുത്തേക്കണത്. പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ വിനാഗിരി, 2 സ്പൂൺ വെളിച്ചെണ്ണ, 4 ടീസ്പൂൺ ചില്ലി ചിക്കൻ പൗഡർ, 2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 മുട്ട, ഇവയെല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 3 മണിക്കൂർ വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ മുകളിലിട്ട് ഞാൻ കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇനി ഈ കറിവേപ്പില ഇതിൻ്റെ കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചില്ലി ചിക്കൻ തൊട്ട് ചിക്കൻ 65 നമുക്ക് എങ്ങനെ വറുത്തെടുക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലോണം മൂത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ 65 എങ്ങനെ വറുത്തെടുക്കണം നോക്കാം. ഇവിടെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കാറില്ല, മുളക് പൊടി ഉപയോഗിക്കാറില്ല. ഈ 2 സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഉപയോഗിക്കുന്നത്. മുളക് പൊടി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു ഡാർക്ക് റെഡിഷ് കളറാണ് വരുന്നത്. അതൊരു കരിഞ്ഞ കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ ഇച്ചിരി എഡിബിൾ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ചിക്കൻ 65 എന്ന് പറയാൻ നേരത്ത് നമുക്ക് അല്പം ചുവന്ന കളർ വേണം, എങ്കിലാണ് നമ്മുടെ ബ്രെയിനിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ 65ൻ്റെ ആദ്യത്തെ സെക്ഷൻ എടുത്തിട്ടു. ഇത് നല്ലോണം വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലോണം മൂത്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കാണാം നമ്മുടെ 65 എങ്ങനെ ഇരിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ ചിക്കൻ 65ൻ്റെ ആദ്യത്തെ സെക്ഷൻ റെഡി ആയിരിക്കുന്നു. ഞാൻ വറുത്ത് കോരി ഇത് 2ാമത്തെ സെക്ഷൻ വറുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു സെക്ഷനും കൂടിയുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റ് ആണ്. ഇത് ചാൻസ് കിടയാതെ ரொம்ப പ്രമാദമായ ചിക്കൻ 65. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. എൻ്റെ ഈ റെസിപ്പി ഉപയോഗിച്ച് ചിക്കൻ 65 ഉണ്ടാക്കി വിരൽ കടിച്ചെടുക്കുകയോ വിരലിന് പരിക്ക് പറ്റുകയോ വിരൽ മുറിഞ്ഞു പോയി വയറ്റിൽ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനെ നമ്മുടെ 2ാമത്തെ സെക്ഷൻ ചിക്കൻ 65 റെഡി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ 3ാമത്തെ സെക്ഷനാണ് വറുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്ത് എപ്പോഴും 3% ആണ് ഫ്ലെയിം വയ്ക്കാമുള്ളൂ. 75% ഓഫ് ഫ്ലെയിമാണ് വയ്ക്കാമുള്ളൂ. ഇത് ഹാഫ് വയ്ക്കുകയും ചെയ്യരുത്, ഫുള്ള് വയ്ക്കുകയും ചെയ്യരുത്. 3/4 ആണ് വയ്ക്കാമുള്ളൂ. 3/4 വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ക്രിസ്പിനെസ്സിന് കരിയാതെ നമുക്ക് കിട്ടുകയും ചെയ്യും കറക്റ്റ് ടൈമിനുള്ളിൽ. ഇത് ഓരോ സൈഡും ഒരു ഓൾമോസ്റ്റ് 3 to 4 മിനിറ്റ്സ് മതി. 2ാമത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ഫ്ലിപ്പ് ചെയ്യുന്ന നേരത്ത് അതൊരു 3 തുടങ്ങി 4 മിനിറ്റ്, ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി നമുക്ക് വറുത്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റിനുള്ളിൽ വറുത്തെടുക്കാൻ നോക്കരുത്, സംഗതി കരിഞ്ഞു പോവും. അതുപോലെ വളരെ ലോ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത്, വെന്ത് കിട്ടുകയില്ല. അപ്പോൾ 3% ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, അത് പ്രത്യേകം ഓർക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിരിക്കുന്നു. ഇത്രയും ചിക്കൻ 65 ഉണ്ടാക്കാൻ നമുക്ക് ടോട്ടൽ ചിലവ് വന്നിരിക്കുന്നു പറയുന്നത് വെറും $10 $10 താഴെ വന്നിട്ടുള്ളൂ. ഇത്രയും ചിക്കൻ 65 നമ്മൾ ഹോട്ടലിൽ പോയി മേടിക്കണമെങ്കിൽ എങ്ങനെയായാലും ഒരു $120 തുടങ്ങി $150 കൊടുക്കണം. ഇത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും. നമ്മൾ നല്ല ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സ്വാദിഷ്ടമായ ചിക്കൻ 65 തയ്യാറാക്കി കഴിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. അങ്ങനെ DK സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിരിക്കുന്നു. വളരെ സ്വാദിഷ്ടമായുള്ള ദം ബിരിയാണിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ദം ബിരിയാണിയുടെ കൂടെ നമുക്കിന്ന് ചിക്കൻ 65 DK സ്പെഷ്യൽ ചിക്കൻ 65യും ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയും. തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണെങ്കിലും ഇതിന് ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ ഈ വിഭവങ്ങൾ നിങ്ങൾ രുചിച്ചു നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.